يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحادث الأمم. يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحادث الأمم. ولن يضيق رسول الله جاهك بي إذا الكريم تهلى باسم منتقم. إذا الكريم تجلى باسم منتقم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت هيلتي أدركني يا رسول الله. ബഹുമാനിയുടെ മഹത്തായ ബുറുദ സദസ്സിൻ്റെ സമാപനം, ബുറുദാൽ എന്ന് പറയപ്പെടുന്ന രോഗശമനം, ആത്മീയവും ശാരീരികവുമായ രോഗശമനത്തിൻ്റെ നമുക്കറിയാം, പ്രായമുള്ളവർക്കറിയാം, ഇപ്പോൾ കുറച്ച് കുറഞ്ഞെങ്കിലും മാറാവ്യാധികൾ ഉൾപ്പെട്ട് ഡോക്ടർമാരും വൈദ്യന്മാരും നിരാശപ്പെടുന്ന അവസരത്തിൽ അന്ന് നമ്മുടെ പൂർവികന്മാർ ഇജാസത്തോടു കൂടി നൽകിയ ഷിഫായിന്റെ ചികിത്സയുടെ മാർഗമാണ് ബുറൂദ. സ്വന്തം ഞാൻ പറയുന്നില്ല, ധാരാളം അനുഭവം ഞങ്ങൾക്കൊക്കെ തന്നെ ആവശ്യം. പക്ഷേ അത് രണ്ടാമത് ഹയാത്താക്കുന്ന ഒരു വേദിയിലാണ് നാം ഇപ്പോൾ. ഭൗതികമായ ഫലത്തിന് പുറമെ മഹാൻ അവസാനം പറഞ്ഞു, വലം ഉരിദ് ദുനിയല്ലതി ഖതഫത് യദാ സുഹൈരിൻ ബിമാ അസ്നാ അലാ ഹരിമി. സുഹൈർ എന്ന മഹാകവി ഹരിം ബിൻ സിനാൻ എന്ന് പറയുന്ന രാജാവിൻ്റെ അടുത്ത് പാരിതോഷം വെച്ച കവിത പോലെയുള്ള ഭൗതികമായിരിക്കുന്ന ചിന്താഗതിക്ക് ഞാൻ ഈ മഹത്തായിരിക്കുന്ന കവിത ആലപിച്ചിട്ടില്ല നബിയെ. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി അത് മാത്രം കരസ്ഥമാക്കി ലോകത്തിന് അവസാനം വരെയും നിലനിൽക്കണം. ജനങ്ങൾക്ക് ഭൗതികവും പാരത്രികവുമായിരിക്കുന്ന ഗുണം ലഭിക്കണം. അതാണ് അതിൻ്റെ മൂല്യം. അത് ഉൾക്കൊള്ളാനും പൂർവകാലം എപ്രകാരം അതുകൊണ്ട് നമ്മളെ മഹാന്മാർ നേടിയെടുത്തോ ആ നേടിയെടുത്തിരിക്കുന്ന സൽഗുണങ്ങൾ നേടിയെടുക്കാനും വീടുകളിൽ അത് ആകത്താക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ദുആ ചെയ്യുന്നു. ഇനി ഞങ്ങൾക്ക് നൽകിയ ആദരവിനെ പറ്റിയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടുന്ന് പറഞ്ഞു. ഞാനതിന് അർഹനേ അല്ല. ബഹുമാനപ്പെട്ട തങ്ങളുടെ പിന്നെയുള്ള ഒരു ഖാദിം എന്നുള്ള നിലക്ക് ദീൻ എന്തെങ്കിലും ചെയ്തു വന്നു എന്നുള്ളതല്ലാതെ അതേ അവസരത്തിൽ അത് ഒരു വിഭാഗത്തിനല്ല ഞങ്ങൾ ചെയ്തിരുന്നത്. താജുൽ ഉലമാവും തന്നെ ഞങ്ങൾ ചെയ്ത ഒരു വിഭാഗത്തിനല്ല. ഇവിടെ ജീവിക്കുന്നതിരിക്കുന്ന മുസ്ലിം സമുദായത്തിലുള്ള വിശിഷ്യ സുന്നികൾ മറ്റുള്ളവർക്ക് ബോധനം നൽകിയും കൊണ്ട് സുന്നികൾ സംഘടിച്ചു പോകാൻ വേണ്ടിയാണ്. അതിന്റെ നിദാനം ആണ് മഹാനായിരിക്കുന്ന മാലിക് ദിനാർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അവരെ ദിവാറിലാണല്ലോ നാം ഇവിടെ സംഘടിച്ചിരിക്കുന്നത്. ആ മഹാന്മാരിവിടെ ദീൻ എങ്ങനെയാണ് നിലനിർത്തിയത്? രാഷ്ട്രീയ സ്വാധീനം കൊണ്ടായിരുന്നോ? ചിന്തിക്കണം സഹോദരന്മാർ. അല്ല ആയുധബലം കൊണ്ടായിരുന്നോ? അല്ല മിഷനറി പ്രവർത്തനം കൊണ്ടായിരുന്നോ? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബഹുമാനിച്ചു. ആ ബഹുമാനം സഹോദര സമുദായങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല ഇട്ടുകൊടുത്തു. ആ ആദരവാണിക്കാണെന്നിരിക്കുന്ന ഈ ജനങ്ങൾ, ഈ സമുദായം ആ ആദരവ, ആ മഹാന്മാരെ നമ്മുടെ സഹോദര സമുദായങ്ങൾ ആദരിച്ചുകൊണ്ട് അവർക്ക് സ്ഥലം കൊടുത്തു. പള്ളിയെടുക്കാനുള്ള സ്ഥലം കൊടുത്തു. നിങ്ങൾക്കറിഞ്ഞുകൂടെ മാലിക് ദീനാറാ കാണുന്നിരിക്കുന്ന മഖബറ ആര് കൊടുത്തതാ? പിന്നീട് ബഷീർ ഗവൺമെന്റിന്റെ കാലത്ത് അത് പതിച്ച് നമുക്ക് നൽകി എന്നുള്ളത് വേറൊരു കാര്യം. അതെന്താണെന്നതിന്റെ നിദാനം? അവരെ അല്ലാഹു തആല ബഹുമാനിച്ചു. ആ ബഹുമാനം ഇവിടുത്തെ സഹോദര സമുദായങ്ങൾ നിലനിർത്തി.
ആ ദീൻ ഇന്നിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? ചിന്തിക്കണം എന്റെ സഹോദരന്മാർ, ചിന്തിക്കണം. ആ മഹാന്മാര് ആ കുപ്പ പൊളിച്ചു കളയണമെന്ന് പറയാൻ മാത്രം ധൈര്യമുള്ളതായിരിക്കുന്ന ആൾക്കാർ ഈ ഭൂമിയിലുണ്ടായില്ലേ? മാത്രമല്ല, ഇന്ന് നിരന്തരമായി നിങ്ങളുടെ ഇടയിൽ സീഡികളും ലഘുലേഖകളും മറ്റ് മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സകല വീടുകളിലും കയറിയിറങ്ങുന്നിരിക്കുന്ന ഒരവസ്ഥ എന്തുകൊണ്ട് നാം കാണുന്നില്ല? അവിടെയാണ് സുന്നികൾ എന്ന് പറയപ്പെടുന്ന വിഭാഗം, അത് വേർതിരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്, സുന്നികൾ എന്ന് പറയുന്ന വിഭാഗം സംഘടിച്ചുകൊണ്ട് പൂർവികന്മാരെ സംബന്ധിച്ചുള്ളതിരിക്കുന്ന ബോധം വീണ്ടെടുക്കാത്ത കാലത്തോളം ഇവിടെ നമുക്ക് രക്ഷയുണ്ടാവുകയില്ല. എന്റെ സഹോദരന്മാർ വിലയിരുത്തണമെന്ന് ഞാൻ പറയുകയാണ്. ഇന്ന് മഹല്ലത്തുകൾ വാസ്തവത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് സ്വാതന്ത്ര്യമില്ലാതെയാക്കിയതിന്റെ ഫലം അല്ലേ ഇവിടെ ആസ്വദിക്കുന്നത്? നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിനെ ആഗ്രഹിച്ചുകൊണ്ട് സംഘടിക്കണം. ബഹുമാനപ്പെട്ട തങ്ങൾ വരും ആദ്യം ദ്വാരക്കുന്നതിന് അതാ, ഈ സമുദായത്തെ നീ സംഘടിപ്പിച്ച് യോപിച്ച് തരണം പഠിച്ചവന്. സംഘടിച്ചുകൊണ്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് ഇവിടുന്ന് പോകും. മാലിക് റഹിമത്തുള്ളാഹി തങ്ങളിവിടെ കൊടുത്തിത്തന്നതായിരിക്കുന്ന ആ മഹത്തായിരിക്കുന്ന പാശം നമ്മിൽ നിന്ന് ഉയർന്നു പോകും. സംഘടിക്കാൻ കഴിയില്ലെങ്കിൽ സാധുക്കളായ സുന്നി പ്രവർത്തകന്മാർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ചെയ്തു കൊടുക്കണം. ദീനോട് നിലനിൽക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, ദീൻ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ, ദീനാണ് നിങ്ങൾ കൊണ്ടു കിടക്കുന്നത് പറയുന്നെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരോട് ഞാൻ പറയും. അല്ലാത്തവരോട് ഇൻഷാ അല്ലാഹ് അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പൂർവികന്മാരിക്കുന്ന മഹാന്മാരെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ആ അനാമത്ത് ഖിയാമത്ത് നാൾ വരെയും നമ്മുടെ സന്താനങ്ങളിൽ നിലനിർത്താനുള്ളതിരിക്കുന്ന തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അതിനായി കെട്ടിപ്പടുത്തിരിക്കുന്ന ജാമിയ സയ്യിദിയ, അതിന്റെ 38ാം വാർഷികത്തോടനുബന്ധിച്ചാണല്ലോ നമ്മുടെ ഈ പ്രവർത്തനം. അതുപോലെ കേരളത്തിന്റെ നാനാഭാഗത്തും അതിനുശേഷം റബ്ബിന്റെ തൗഫീഖോടുകൂടി ജില്ലകളിലും യൂണിറ്റുകളിലും എല്ലാം തന്നെ അത്തരം സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ സേവനം. ഈ സേവനത്തെ വിലയിരുത്തിയും കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിനായി സുന്നികളാണെന്ന് പറയും വിശ്വസിക്കുകയും ചെയ്യുന്നതിരിക്കുന്ന എല്ലാവരും സംഘടിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അപേക്ഷിക്കാറുള്ളൂ. അതിന് ഏതെങ്കിലും ഭാഗത്തു നിന്ന് തടസ്സമുണ്ടെങ്കിൽ മഹല്ലത്തുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് അതിന് ഒരുങ്ങുന്നതായിരിക്കുന്ന സാധുക്കളായ പ്രവർത്തകന്മാർക്ക് സുന്നികൾക്ക് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കെങ്കിലും വേണം. പ്രസംഗിക്കാൻ എനിക്ക് അനുവദിക്കപ്പെടുന്നില്ല.